ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വീട്ടിൽ ചേട്ടൻ്റെ മക്കൾ രണ്ടാളും അതുപോലെ എൻ്റെ ഇളയ മോനും കൂടിയിട്ട് പുസ്തകം പൊതിയലാണ്. അത് അച്ഛൻ ബുക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു, അതുപോലെ പേപ്പറൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു പൊതിയാനായിട്ട്. അപ്പോൾ ഇളയതിന് അത്രയ്ക്ക് പൊതിയാറിയില്ല, അപ്പോൾ കുഞ്ഞാട്ടൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പുസ്തകം പൊതിയുന്നതും സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ ഒരു ഓർമ്മ വന്നു. അത് കണ്ടപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇളയോൾ നോക്കിയിരുന്ന് കുഞ്ഞാടിനെ സഹായിക്കുന്നു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കത്രിക വാങ്ങിച്ചു കൊടുക്കല, സ്റ്റിക്കർ ഒട്ടിക്കല, അല്ലെങ്കിൽ മുറിക്കല, അങ്ങനെയൊക്കെ അവൾക്ക് അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ, സ്കൂളിൽ പോണേലും മുന്നേ വീട്ടുകാർ പുസ്തകം വാങ്ങിച്ചു തരും. അച്ഛനമ്മയും പുസ്തകം വാങ്ങിച്ചു തന്നത് പൊതിയാനും സ്റ്റിക്കർ ഒട്ടിക്കാനും ആ പുതിയ പുസ്തകത്തിനുണ്ടാവുന്ന ഒരു മണം, അതൊക്കെ എത്ര രസമായിരുന്നു. ഞാനിന്ന് ചേട്ടൻ്റെ മോളോട് പറഞ്ഞു, നിങ്ങൾ പുസ്തകമൊക്കെ പൊതിന് കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാനും എൻ്റെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വരുന്നെന്ന്. അന്നും ഈ പറഞ്ഞ പോലെ അച്ഛൻ തന്നെ കേട്ടോ പുസ്തകം എവിടെ നിന്നോ തൃശ്ശൂരിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും. എനിക്കും ചേട്ടനും പകുതിയും തന്ന് ഞങ്ങൾ പൊതിഞ്ഞ്, അതുപോലെ പേന, പെൻസില്, എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാനിരുന്ന് എൻ്റെ ഒരു സ്റ്റൈലിന് ഞാൻ പൊതിഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇതുപോലെ പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കുക, പുസ്തകമൊക്കെ പൊതിയുമ്പോൾ. അപ്പോൾ അവരവരുടെ പുസ്തകം അവരവരെ കൊണ്ട് പൊതിയിപ്പിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പണി ലാഭം. അതുപോലെ തന്നെ പിള്ളേർക്കായാലും അങ്ങനെ ഒരു പൊതിയാനുള്ള ശീലം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, പല മെത്തേഡുകളിൽ പൊതിയാലും. ഇപ്പോൾ എൻ്റെ മോൻ ഒരു വേറെ സ്റ്റൈലിൽ പൊതിയിന്, ചേട്ടൻ്റെ മോള് വേറെ സ്റ്റൈലിൽ പൊതിയിന്. അപ്പോൾ ഓരോ സ്റ്റൈലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും അലകലക് ഹിന്ദി വന്നു, വേറെ മെത്തേഡുകളൊക്കെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവരും പിള്ളേഴ്സിനെ സഹായിക്കുക, ബുക്കൊക്കെ പൊതിയാനായിട്ട് കാണിച്ചു കൊടുക്കുക. സഹായിക്കല്ല, കാണിച്ചു കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ അവരവരുടെ പുസ്തകം പൊതിയും, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ്റെ മോള് കുഞ്ഞേത് ഒരു പണി ഒപ്പിച്ചിട്ട് അവൾ ഭയങ്കര കലാകാരി തന്നെ കലാകാരി. അവൾ ഈ വേസ്റ്റ് വരുന്ന അതിൽ പേപ്പറൊക്കെ അമ്മേൻ്റെ ഇടയിൽ കാപ്പി കൊണ്ടു കൊടുത്തു. അവൾ പാല് കുടിക്കണമെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി ഒരു ചെറുതായൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. പാൽ ഇഷ്ടമല്ലേ അവൾക്ക് കുടിക്കാനായിട്ട്. അപ്പം അമ്മ വരുമ്പോഴേക്കും പറഞ്ഞിട്ട് വേഗം കുടിപ്പിച്ചത് കേട്ടാ. ഇത് കണ്ട എൻ്റെ ഇളയതിൻ്റെ സ്റ്റൈൽ കണ്ട, അവൻ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പതുക്കെ എങ്ങനെ ആക്കിയിട്ടൊക്കെ ഇനി ചെയ്തത് കേട്ടോ അവൻ. ഇതുപോലെ ചെറുപ്പത്തിൽ ആരൊക്കെ അവനവൻ്റെ പുസ്തകമൊക്കെ പൊതിഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളൊക്കെ ഓർമ്മ വന്നെങ്കിൽ ഇത് കണ്ടിട്ട് കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഞാൻ അഹമ്മദാബാദിലായാലും അതേട്ടാ, മക്കളെ കൊണ്ട് തന്നെ ഇനി പൊതിപ്പിക്കുക. പുസ്തകം വാങ്ങിച്ചു കൊടുക്കും, അവരോട് പറയും ഇങ്ങനെ പൊതിയുക. അതുപോലെ സ്കൂളിലെ പിള്ളേരോടായാലും പറയും, അമ്മമാരെ കൊണ്ട്. സ്കൂളിലൊക്കെ എന്ന് പറയണമെങ്കിൽ പല പിള്ളേരും പുസ്തകം പൊതിയാണ്ട് ഇന്നത്തെ കാലത്തൊക്കെ ബൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ ചെറിയ പുസ്തകങ്ങൾ ബൈൻഡ് 15 രൂപയൊക്കെ കൊടുത്തിട്ട് ബൈൻഡൊക്കെ ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. എൻ്റെ സ്കൂൾ പിന്നെ ഇൻ്റർനാഷണൽ ആയ കാരണം എല്ലാ കാര്യങ്ങളും ഇൻ്റർനാഷണലാണ്. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ ഇഷ്ടപ്പെടാം. അപ്പം ഞാനെന്നും പറയും, ഈ ബ്രൗൺ പേപ്പറിൻ്റെ റോള് വാങ്ങിച്ചിട്ട് അത് വെച്ച് പൊതിഞ്ഞാൽ മതി എന്നൊക്കെ. ഞാനിപ്പോഴും ഞങ്ങൾക്ക് സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും ഓരോ ബുക്ക് ഉണ്ടാവും, നമ്മൾ ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനും, ഇനി നാളെ എന്താ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇത്ര വലുതായിട്ട് എൻ്റെ ആ ബുക്ക് വരെ ഞാൻ പൊതിഞ്ഞിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് കാരണം സ്റ്റാഫ് റൂമിൽ എൻ്റെ പുസ്തകം ഇരിക്കുന്നത് കണ്ടാൽ എനിക്കറിയാൻ പറ്റും. അതുപോലെ ഞങ്ങൾക്ക് സ്കൂളിൽ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററൊക്കെ പൊതിഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് പൊതിഞ്ഞ് അതുമ്മ ഡിസൈനും ഡ്രോയിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രാഫ്റ്റ് ടീച്ചർ ഹെൽപ്പ് ചെയ്യും അതുമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം ഞങ്ങളും അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഞാൻ ഇടയിൽ വെച്ച് നിർത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചേട്ടൻ്റെ ഇളയ പുത്രി ഈ പേപ്പറിൻ്റെ വേസ്റ്റൊക്കെ കണ്ടപ്പോഴേ അവൾക്കൊരു രസം. അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവളെ ചേച്ചിയും ചേട്ടനും കൂടി പുസ്തകം പൊതിന്. അപ്പോൾ അവൾക്കൊരു രസം വന്നിട്ട് അവൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പേപ്പറിൻ്റെ കട്ടിങ്ങൊക്കെ എടുത്ത് അതുകൊണ്ട് പല കോഷികൾ കാണിക്കാതിരിക്കായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിടിച്ചിരുന്നു വീഡിയോ. എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് പേപ്പർ ചെയ്യാനും നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ദേ ഈ പറഞ്ഞാണ് കമ്മൽ കണ്ടില്ലേ.